സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷ മഴയിൽ വ്യാപക നാശനഷ്ടം. കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകൾ തുറന്നു. പാമ്പാടുംപാറയിൽ മരം വീണ് അതിഥി തൊഴിലാളി മരിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം. എല്ലാം സജ്ജമെന്ന് ജില്ലാ കളക്ടർ. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം മൂടണമെന്ന കളക്ടറുടെ ഉത്തരവ് കാറ്റിൽ പറത്തി. മഴ കനക്കുമ്പോൾ ഭീതിയോടെ ആദിവാസി കുടുംബങ്ങളും നാട്ടുകാരും. മൂന്നാറിൽ 6 പേർക്ക് ടൗണിൽ തെരുവുനായയുടെ കടിയേറ്റു. എല്ലാവരെയും ആക്രമിച്ചത് ഒരേ നായ. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം ശക്തം. പതിനെട്ടുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കീരിക്കൽ ലക്ഷ്മി ഭവനിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന രമേശിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വിശദമായ വാർത്തകളിലേക്ക്. മഴ കനത്തതോടെ ഹൈറേഞ്ചിൽ നാശനഷ്ടങ്ങളും വ്യാപകം. കാലവർഷം ശക്തമായ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴയാണ് ഇടുക്കിയിൽ പെയ്തിറങ്ങുന്നത്. കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകൾ തുറന്നു. പാമ്പാടുംപാറയിൽ മരം വീണ് അതിഥി തൊഴിലാളി മരിച്ചു. രാജകുമാരിയിൽ മരം വീണ് വീട് തകർന്നു. മയിലാടുംപാറയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്ക്. രാമക്കൽമേട്ടിൽ ശക്തമായ മഴ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ തലകീഴായി മറിഞ്ഞ് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തോരാതെ പെയ്തിറങ്ങുന്ന മഴയിൽ തീരാത്ത ദുരിതമാണ് ഹൈറേഞ്ചിൽ. നാശനഷ്ടങ്ങൾക്കൊപ്പം കാലവർഷക്കെടുതിയിൽ ഒരു മരണവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മധ്യപ്രദേശ് സ്വദേശിനി മാലതിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം ഭർത്താവുമൊത്ത് വിറക് ശേഖരിക്കുന്നതിനായി പോയപ്പോഴായിരുന്നു അപകടം നടന്നത്. മാലതിയുടെ ശരീരത്തിലേക്ക് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്കു ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷമാണ് മരണം നടന്നത്. രാമക്കൽമേട്ടിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ മറിഞ്ഞ അപകടമുണ്ടായി. രാവിലെ 5 മണിയോടെയായിരുന്നു അപകടം.
രാമക്കൽമേട് തോവാളപ്പടിയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. 4 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാമ്പുമുക്ക് സ്വദേശിയുടേതാണ് കാറ്. അപകടം ഉണ്ടായതോടുകൂടി മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. മഴയിൽ വാഹനം തെന്നി നീങ്ങിയതാണ് അപകട കാരണമെന്ന ദൃക്സാക്ഷികൾ. മയിലാടുംപാറയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ മുകളിലേക്ക് മരവും വൈദ്യുതി കമ്പിയും വീണ ഒരാൾക്ക് പരിക്കേറ്റു. വല്ലറക്കാമ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ അഭിലാഷിനാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റ അഭിലാഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരാണ് അഭിലാഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. നെടുങ്കണ്ടത്ത് നിന്ന് അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത്. രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പാറക്കൽ മേരിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. മേൽക്കൂര തകരുകയും ഭിത്തിക്ക് വിള്ളൽ വീഴുകയും ചെയ്തു. ആസ്പെറ്റോ ഷീറ്റ് തകർന്നു വീണ വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റി. കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഒപ്പം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജലാശയങ്ങളിൽ ബോട്ടിങ്ങും കയാക്കിങ്ങും അടക്കം നിയന്ത്രിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിച്ചു. വരും ദിവസങ്ങളിൽ ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി, സഫാരി ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങൾക്കും എല്ലാ സാഹസിക വിനോദ പരിപാടികൾക്കും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങിനും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. വിവിധ ഖനന പ്രവർത്തനങ്ങൾക്കും 27 വരെ ജില്ലയിൽ നിയന്ത്രണമുണ്ട്. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കനത്ത മഴയിൽ കല്ലാർ മാങ്കുളം റോഡിൽ തളികത്തിന് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണു. മഴക്കാലം ആരംഭിച്ചതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്ന മൂന്നാർ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗങ്ങളിലെ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ തോടുകളിലും പുഴകളിലും ജലനിരപ്പുയർന്നു. സിറ്റി വിഷൻ, അടിമാലി. മഴക്കാലത്തെ നേരിടാൻ ഇടുക്കി ജില്ല സജ്ജം. മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. ജില്ലയിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. 2018 പ്രളയ ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ജില്ലയിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നതെന്നും ജില്ലാ കളക്ടർ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി വിവിധ താലൂക്കുകളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഏകോപിപ്പിക്കും. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലെ ഗർഭിണികൾ, ശാരീരിക വൈകല്യമുള്ളവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, കുട്ടികൾ എന്നിവരുടെ കണക്കെടുക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അതിലേക്ക് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ആൻഡ് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ 24 മണിക്കൂർ സജ്ജമാണ്. അതിൽ പോലീസ് ഉണ്ടാവും, ഫയർഫോഴ്സ് ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും. ഏത് സമയവും എന്ത് സംഭവിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് രണ്ടും. ഇത് 5 താലൂക്കുകളിലും നമ്മുടെ കളക്ട്രേറ്റിലും സജ്ജീകരിച്ചിട്ടുള്ളത്. 2018 പ്രളയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിച്ച വെള്ളം കയറാത്ത കേന്ദ്രങ്ങൾ തയ്യാറാക്കും. വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനും നടപടി സ്വീകരിക്കും. ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കൃത്യത ഉണ്ടായിരിക്കണമെന്നും പകൽ സമയത്തായിരിക്കുമെന്നും ഇത് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പും നൽകും. ഒരു ക്യാമ്പിൽ 2 ഐസൊലേഷൻ റൂമുകൾ പ്രവർത്തിപ്പിക്കും. പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ സാനിറ്റൈസേഷൻ നടപടികൾ കൈക്കൊള്ളുമെന്നും കളക്ടർ പറഞ്ഞു. വില്ലേജ് ഓഫീസർക്ക് പുറമെ എല്ലാ ക്യാമ്പുകളിലും വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കും. ക്യാമ്പുകളിൽ ആഹാരവും മെഡിക്കൽ സഹായവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉറപ്പുവരുത്തണം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 25 വീടുകൾക്ക് ഒരു വാളണ്ടിയറെ നിയമിക്കണമെന്നും കളക്ടർ പറഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും വെള്ളക്കെട്ട് തടയണം. അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടി വൃത്തിയാക്കണം. തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഉടൻ തന്നെ എലിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തണം. മഴക്കാലത്ത് പ്രഖ്യാപിച്ച അലർട്ടുകൾ വിനോദസഞ്ചാര മേഖലകൾ കൃത്യമായി പാലിക്കണം.
നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. സോ ഏറ്റവും വലുതായിട്ട് എഫക്റ്റ് ആയത് 2018 അങ്ങനെ ഒന്ന് വന്നാൽ പോലും നമ്മൾ ആൾക്കാർ സുരക്ഷയായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്ക് വേണ്ടിയാണ് എല്ലാവരും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് പാലിക്കുന്നത് ആണ് നമ്മുടെ സിറ്റിസൺസിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 2200 പോലീസുകാരെ സജ്ജമാക്കിയിട്ടുണ്ട്. AR ക്യാമ്പിലെ ക്വിക്ക് റെസ്പോൺസ് ടീം സജ്ജമാണ്. പരിശീലനം നേടിയ 600 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെയും സേവനം ലഭ്യമാണ്. പോലീസും ഫയർഫോഴ്സും തങ്ങളുടെ പക്കലുള്ള വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറി. തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പ് ചെയ്തിട്ടുള്ള NDRFന്റെ ടീം അടിയന്തര സാഹചര്യത്തിൽ ജില്ലയിൽ എത്താൻ സജ്ജമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സിറ്റി വിഷൻ ഇടുക്കി. ആശങ്കയൊഴിയാതെ ചൊക്രമുടി. കാലവർഷ മഴ ശക്തമായതോടെ ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹത്തിന്റെയും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം മൂടുകയോ നികത്തുകയോ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. മഴ ശക്തമായതോടെ വെള്ളം കെട്ടിനിന്ന് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ബൈസൺവാലി വില്ലേജിൽ ചൊക്രമുടി മലനിര കയ്യേറി അനധികൃതമായി നിർമ്മിച്ച കുളം 15 ദിവസത്തിനകം മൂടുകയോ നികത്തുകയോ ചെയ്യണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഒരു കാലവർഷം എത്തി മഴ കനത്തു പെയ്യുമ്പോഴും കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ നടപടിയില്ല. ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല. ചൊക്രമുടി കുളം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുവാൻ കഴിഞ്ഞ നവംബർ 17 ജില്ലാ കളക്ടർ ബൈസൺവാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയെ തുടർന്ന് കുളം മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്ത് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള കുളത്തിന്റെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന കുളത്തിലെ വെള്ളം നിറഞ്ഞ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മൺവരമ്പ് പൂർണ്ണമായും പൊട്ടിച്ചു നീക്കി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ബൈസൺവാലി പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. തുടർന്നാണ് കുളം മൂടുന്നതിൽ തുടർ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. ഇതിന് താഴെ ഈ മലയ്ക്ക് താഴെ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാമാന്യ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുന്ന അവിടെ കുഴിച്ചിരിക്കുന്ന ആ മലയുടെ താഴ്വരയിൽ കുഴിച്ചിരിക്കുന്ന കുളം എത്രയും വേഗം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്തിട്ടും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന് യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാകെ ഭീതിയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ കുളം നികത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ താഴ്വരയിൽ താമസിക്കുന്ന ഞങ്ങളുടെ കാലവർഷ മഴ ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ്. മണ്ണും കല്ലും നിറഞ്ഞ് തടയണയിൽ വെള്ളം നിറയുകയും പൊട്ടിയൊലിച്ച ഉരുൾപൊട്ടൽ സാധ്യതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കുളം പോലെ നിർമ്മിച്ചേക്കുന്ന ആ വെള്ളക്കെട്ട് നാളുകളിൽ വലിയൊരു ദുരന്തമായിട്ട് താഴെ ചൊക്രമുടിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മൊത്തം ദുരന്തമായിട്ട് മാറുന്ന രീതിയിലോട്ട് അനുഭവപ്പെടും എന്ന് ബോധ്യമായിട്ട് പോലും ആ ജനപ്രതിനിധികളടക്കം പഞ്ചായത്തടക്കം ഇത് കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു ഭാവം നടിക്കുന്നത് വളരെ വേദനാജനകമാണ്. തടയണ ഇതുവരെ പൊളിച്ചു നീക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതാണ് ആശങ്കകൾക്ക് കാരണം. എത്രയും പെട്ടെന്ന് തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിൽ സാധ്യതയ്ക്ക് കാരണമാകുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. സിറ്റി വിഷൻ ബൈസൺവാലി. ദേശീയപാതയിൽ അപകടക്കണിയായി നിരവധി മരങ്ങൾ. കാലവർഷം എത്തിയിട്ട് മുറിച്ചുമാറ്റാൻ നടപടിയില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ആനയിറങ്ങൽ വരെ 30-ലധികം മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പകുതിയിൽ അധികവും ഉണങ്ങി ദ്രവിച്ച് ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിലുള്ളത്. കഴിഞ്ഞ കാലവർഷത്തിലും ദേശീയപാതയിൽ മരം വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലവർഷം കനത്തു പെയ്തു തുടങ്ങി. ഇതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള യാത്രയും അപകടകരമായി മാറിയിരിക്കുകയാണ്.
ഏതു നിമിഷവും കടപുഴകിയും ഒടിഞ്ഞും വീഴാവുന്ന തരത്തിൽ നിരവധി മരങ്ങളാണ് ദേശീയപാതയുടെ ഇരുവശത്തും നിൽക്കുന്നത്. ഇതിൽ പകുതിയും ഉണങ്ങി ദ്രവിച്ച വൻ മരങ്ങൾ. ബോഡിമെട്ട് മുതൽ ആനയിറങ്കൽ വരെ ദേശീയപാതയോരത്തും സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലുമായി 30-ലധികം മരങ്ങളാണ് ഭീഷണി ഉയർത്തുന്നത്. നിരവധിയായ മരങ്ങൾ പോയി ഉണങ്ങിയ റോഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ഏത് സമയം വേണമെങ്കിലും വീഴാവുന്നൊരവസ്ഥയിലാണ്. അത് ഒന്ന് വെട്ടി നീക്കി അതിനുള്ള തടസ്സങ്ങൾ മാറ്റി പരിഹരിക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പറയാം. മുൻവർഷങ്ങളിൽ മരം ഒടിഞ്ഞു വീണ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ബന്ധപ്പെട്ട വകുപ്പുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ആശ്രയിക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മൂലത്തറ മുതൽ ആനയിറങ്കൽ വരെയുള്ള 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ അപകട ഭീഷണിയായി നിൽക്കുന്നത്. ശക്തമായ കാറ്റിൽ ദേശീയപാതയിലേക്ക് മറിഞ്ഞു വീഴാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും വഴിവെക്കാവുന്ന തരത്തിലുള്ള വൻമരങ്ങൾ മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഓരോ മഴക്കാലത്തും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മഴയ്ക്ക് മുമ്പ് ഇത് വെട്ടിമാറ്റിയാലാണ് ഇത് നടക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞ് മണ്ണ് ചോടളകി കഴിയുമ്പോൾ സംഗീതം പെട്ടെന്ന് റോഡിലോട്ട് വീഴും. അങ്ങനെ വരുമ്പോൾ വരുന്ന വാഹനങ്ങൾ നിരവധിയായ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപകടങ്ങൾ കൂടാനുള്ള കാരണമാകും. കഴിഞ്ഞ വർഷം ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ അപകടത്തിൽപ്പെട്ട യാത്രക്കാർ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. സിറ്റി വിഷൻ, പൂപ്പാറ. മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവുനായ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 6 പേരാണ് ടൗണിൽ തെരുവുനായയുടെ കടിയേറ്റത്. ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്ന് നായയുടെ കടിയേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയവർ പറഞ്ഞു. മൂന്നാർ ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മൂന്നാർ ടൗണിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ നിരവധിയുണ്ട്. കുട്ടികളും സ്ത്രീകളുമടക്കം കടിയേൽക്കാതെ ഈ നായകൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ടൗണിൽ തെരുവ് നായ ശല്യം വർദ്ധിക്കുന്നുവെന്ന പരാതി നിലനിൽക്കെയാണ് ഇന്ന് 6ഓളം ആളുകൾക്ക് മൂന്നാർ ടൗണിൽ വെച്ച തെരുവ് നായയുടെ കടിയേറ്റത്. ശക്തിവേൽ, സെൽവമാത, ബാബു തുടങ്ങിയ പ്രദേശവാസികൾക്കും 3 വിനോദസഞ്ചാരികൾക്കുമാണ് കടിയേറ്റത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഇവരെ നായ ആക്രമിച്ചത്. ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്നും കടിച്ച നായയുടെ പിടി വിടുവാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും നായയുടെ ആക്രമണത്തിനിരയായവർ പറഞ്ഞു. ട്രാവൽ ഗൈഡാണ്. വന്നിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നാണ്. ഇന്ന് കാലത്ത് മൂന്നാറിലെത്തിയതാണ്. മൂന്നാറിൽ വന്ന് ഒരു 9 മണിയോട് കൂടിയിട്ട് തെരുവുനായ ടൗണിൽ വന്നിട്ട് ആക്രമിക്കുകയുണ്ടായത്. കടയിൽ നിന്ന് പുറത്തിറങ്ങിയ ടൈമിൽ വന്ന് കാലിൽ കടിച്ച് കാല് പൊളിഞ്ഞിട്ടുണ്ട്. അത് അവിടുന്ന് പിന്നെ കൂടുതൽ പേരെ നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവർക്ക് പേവിഷ പ്രതിരോധത്തിനായുള്ള വാക്സിൻ ലഭ്യമാക്കി. മൂന്നാർ ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. വിനോദസഞ്ചാരികളടക്കം തെരുവ് നായ്ക്കളെ ഭയന്നാണ് ടൗണിലൂടെ സഞ്ചരിക്കുന്നത്. ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മൂന്നാർ ടൗണിലെ തെരുവ് നായ ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. 18-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കീരിക്കര ലക്ഷ്മി ഭവനിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന രമേശിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 18-കാരി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരവേ പെൺകുട്ടിയുടെ പിറകെ ഇയാൾ എത്തി ദേഹോദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് വീട്ടിലെത്തിയ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറയുകയും അതിനുശേഷം വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇനിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ, മിനി ആശുപത്രിക്ക് സമീപം, രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട.
സ്കൈലൈൻ ഉണ്ട്. 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. 2 ദിവസമായി നടന്നു വന്നിരുന്ന CPI ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനം സമാപിച്ചു. സുരേഷ് പള്ളിയാടി സെക്രട്ടറിയായ 25-അംഗ കമ്മിറ്റിയെ സമ്മേളനം ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന സമ്മേളനം ഇന്ന് സമാപിച്ചു. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകളിന്മേലുള്ള ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ 25-അംഗ കമ്മിറ്റിയെയും സെക്രട്ടറിയായി സുരേഷ് പള്ളിയാടിയെയും തെരഞ്ഞെടുത്തു. AISFിലൂടെയാണ് സുരേഷ് പള്ളിയാടി സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. AISFന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലടക്കം ജില്ലയിൽ നിറഞ്ഞു പ്രവർത്തിച്ചയാളുകൂടിയാണ് സുരേഷ് പള്ളിയാടി. ഇതോടൊപ്പം 33-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ്, ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, ജയ മധു, P പളനിവേൽ, MK പ്രിയൻ, CU ജോയി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഏതാനും ദിവസം മുമ്പ് ദേവികുളം മിഡിൽ ഡിവിഷനിലിറങ്ങി വളർത്തുനായയെ പിടികൂടിയ പുലിയെ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും തോട്ടം തൊഴിലാളികളും രംഗത്ത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും തോട്ടം തൊഴിലാളികളും മൂന്നാർ DFOയ്ക്ക് നിവേദനം നൽകി. കഴിഞ്ഞ 23-ാം തീയതി പുലർച്ചെയാണ് ദേവികുളം മിഡിൽ ഡിവിഷനിൽ 8 ലയത്തിലെ രവിയുടെ വളർത്തുനായയെ പുലി പിടിച്ചത്. ഉറങ്ങിക്കിടന്ന നായയെ പുലി കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ വനംവകുപ്പ് പരിശോധന നടത്തുകയും നിരീക്ഷണത്തിന് RRT സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 500ഓളം തോട്ടം തൊഴിലാളികളാണ് മേഖലയിലുള്ളത്. നിലവിൽ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനും ദിനംപ്രതി കാട്ടാനയും പുലിയും കടുവയും മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യയുടെ നേതൃത്വത്തിൽ മൂന്നാർ DFOയ്ക്ക് നിവേദനം നൽകിയത്. സിറ്റി വിഷൻ, മൂന്നാർ. മാർച്ച് മാസം മുതൽ ഇത്തവണ ലഭിച്ച വേനൽ മഴ ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് അനുഗ്രഹമായെങ്കിലും തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും കാലവർഷം നേരത്തെ എത്തുമെന്നറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട്. മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വിലയിടിവ് ഉണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്കെന്നും കാലാവസ്ഥ പ്രധാന ഘടകമാണ്. മഴയുടെയും വെയിലിന്റെയും അളവ് കാർഷിക വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ ലഭിച്ച വേനൽ മഴ ഏലം കർഷകർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു. ജലലഭ്യത കുറഞ്ഞ വരൾച്ചയിലേക്ക് പോകവെയാണ് ഇത്തവണ വേനൽ മഴ പെയ്തിറങ്ങിയത്. എന്നാൽ പിന്നീട് പ്രതീക്ഷിച്ചതിലധികം മഴ ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട്. മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വിലയിടിവുണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇത്തവണ കാലാവസ്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏലം കർഷകർക്കും മറ്റു എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ വേനൽമഴ
ഒക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഏലം ഉണക്കടിച്ചിട്ടില്ല ഒട്ടും, ചരമടിക്കുകയും നല്ല രീതിയിൽ പൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കർഷകരെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക, മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷങ്ങൾ വിളവ് നല്ല രീതിയിലുള്ള വിളവ് കിട്ടാൻ സാധ്യതയുണ്ട്. മുൻവർഷം പ്രതീക്ഷിച്ച രീതിയിൽ വേനൽ മഴ ലഭിക്കാതെ വന്നതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പാടെ ഉണങ്ങി വരളുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഏലം കർഷകരായിരുന്നു വരൾച്ച ഏറെയും പ്രതികൂലമായി ബാധിച്ചത്. ഇതിനുശേഷം കർഷകർ കൃഷി വീണ്ടെടുത്തു വരുന്ന സമയമാണിത്. മുമ്പ് ഏലക്കായ്ക്ക് 3000-ന് മുകളിൽ വില ഉയർന്നിരുന്നു. ഇതിനുശേഷം വില ക്രമാതീതമായി ഇടിഞ്ഞ് 2000-നും താഴെയെത്തി. അധിക മഴയ്ക്കുള്ള സാധ്യത മുമ്പിൽ കണ്ട കർഷകർ ചെടികളിലെ അഴുകൽ ഒഴിവാക്കൽ പ്രതിരോധ മരുന്നുകളും പ്രയോഗിച്ചു തുടങ്ങി. സിറ്റി വിഷൻ, അടിമാലി. മച്ചിപ്ലാവ് കൊരങ്ങാട്ടി റോഡിലും കൊരങ്ങാട്ടി പ്ലാമല റോഡിലും സുരക്ഷാ വേലികളുടെയും മുന്നറിയിപ്പ് ബോർഡുകളുടെയും കുറവ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൊടും കയറ്റവും ഇറക്കവും വളവുകളുമൊക്കെ നിറഞ്ഞ ഈ പാതയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവ് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ വലയ്ക്കുന്നുണ്ട്. പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ദിവസവും പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമായ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് മച്ചിപ്ലാവ് കൊരങ്ങാട്ടി പ്ലാമല റോഡ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാത മുഖം മിനുക്കിയതോടെ യാത്രയ്ക്കായി ഈ റോഡിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും ഈ പാത ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ കൊടുംവളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിൽ പറയത്തക്ക രീതിയിൽ എവിടെയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ഇത് റോഡ് പരിചയമില്ലാതെ ഇരുവഴിയെത്തുന്ന വാഹനയാത്രികരെ വലയ്ക്കുന്നുവെന്നാണ് പരാതി. വിനോദസഞ്ചാരികൾ മൂന്നാർ പോകുന്നതും ആനക്കുളം പോകുന്നതും മാങ്കുളം പോകുന്നതും മുഴുവൻ ഈ കൊരങ്ങാട്ടി, ചാറ്റുപാറ, മച്ചിപ്ലാവ്, ചാറ്റുപാറ കുടി, കൊരങ്ങാട്ടി, പിന്നെ മാങ്കുളം ഇതുവഴിയാണ്, പീച്ചാട് വഴി, കുരിശുപാറ, അങ്ങനെയാണ് ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി സംബന്ധിച്ച് PWD ഇതുവരെ ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയോ അപകടങ്ങളുള്ള ഭാഗങ്ങൾ, പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡിൽ കൊടും കയറ്റവും ഇറക്കവുമുള്ള ഭാഗത്ത് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായിപ്പോയത്. ദിശാസൂചിക ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചാൽ വാഹനമോടിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രതയോടെ ഇതുവഴി യാത്ര ചെയ്യാനാകും. സുരക്ഷാ വേലികൾ സ്ഥാപിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനും സഹായിക്കും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. പാറത്തോട് പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിമര ഘോഷയാത്ര ഈ മാസം 28-ന് നടക്കും. SNDP യോഗം അടിമാലി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കൊടിമരം വഹിച്ചുള്ള ഘോഷയാത്രയുടെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടിമര ഘോഷയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാറത്തോട് പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിമര ഘോഷയാത്ര ഈ മാസം 28-ന് നടക്കും. കൊടിമര നിർമ്മാണത്തിനുള്ള തേക്ക് വൃക്ഷം പാല ചെറുപ്പുങ്കൽ പാട്ടുപുര ദേവീക്ഷേത്രത്തിന്റെ സമീപം തുരുത്തിയില്ലത്തു നിന്നും 28-ന് ക്ഷേത്രം തന്ത്രി തേവണങ്കോട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മുറിക്കും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൈകുന്നേരം 4 മണിയോടെ അടിമാലി ശാന്തഗിരി ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കും. തുടർന്ന് നടക്കുന്ന സ്വീകരണ സമ്മേളനം SNDP യോഗം അടിമാലി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ കൺവീനർ സജി പറമ്പത്ത്, യൂണിയൻ ജോയിന്റ് കൺവീനർ KS ലതീഷ് കുമാർ എന്നിവരും സംബന്ധിക്കും. സമ്മേളനത്തിൽ സമീപ പ്രദേശങ്ങളിലെ SNDP യോഗം ശാഖാ ഭാരവാഹികളും പങ്കെടുക്കും. കൊടിമര ഘോഷയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാറത്തോട് പുല്ലുകണ്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം, അതായത് തേക്ക് വൃക്ഷം പാല ചേർപ്പങ്കൽ തുരുത്തിയില്ലത്തു നിന്നും ക്ഷേത്രം തന്ത്രി തേവണങ്കോട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മുറിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അടിമാലി 1000 ഏക്കർ, കല്ലാർകുട്ടി, ഇഞ്ചപ്പതാൽ, മുക്കുടം, കമ്പിളികണ്ടം എന്നീ ശാഖായോഗങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി കൊടിമര ഘോഷയാത്ര പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജു വീട്ടിക്കൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷിനു പാറച്ചാലിൽ, മനോജ് കാനത്തിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാലവർഷ മഴയിൽ വ്യാപക നാശനഷ്ടം. കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകൾ തുറന്നു. പാമ്പാടുംപാറയിൽ മരം വീണ് അതിഥി തൊഴിലാളി മരിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം. എല്ലാം സജ്ജമെന്ന് ജില്ലാ കളക്ടർ. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം മൂടണമെന്ന കളക്ടറുടെ ഉത്തരവ് കാറ്റിൽ പറത്തി. മഴ കനക്കുമ്പോൾ ഭീതിയോടെ ആദിവാസി കുടുംബങ്ങളും നാട്ടുകാരും. മൂന്നാറിൽ 6 പേർക്ക് ടൗണിൽ തെരുവുനായയുടെ കടിയേറ്റു. എല്ലാവരെയും ആക്രമിച്ചത് ഒരേ നായ. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം ശക്തം. പതിനെട്ടുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കീരിക്കൽ ലക്ഷ്മി ഭവനിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന രമേശിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ബിഗ് സ്റ്റോറിയുമായി സന്ദീപ് രാജാക്കട് ചേരും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.